ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ആമോസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ബേൽപൂരി സിൽക്ക് സാരിയാണ്. ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല ഈ ഒരു ടൈപ്പ് സാരീസ്. ഇത് മാർക്കറ്റിൽ ഓൾമോസ്റ്റ് എല്ലാ കടകളിലും തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാരീസ് ആണ്. വലിയ വലിയ ടെക്സ്റ്റൈൽ ഷോപ്സിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും ബേൽപൂരി സിൽക്ക്. മീറ്ററിന് 180 പ്ലസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 200 പ്ലസും വരും ചില കടകളിൽ. ഓരോ ഇതിലും ഓരോ റേറ്റ് ആയിരിക്കും വരുന്നത്. അതുപോലത്തെ ഒരു എന്താ ഒരു പീച്ചിഷ് കളർ, പീച്ചിഷ് റെഡ് കളർ അല്ലെങ്കിൽ ക്യാരറ്റ് പീച്ചും കൂടെ കൂടിയ കളറായിട്ടുള്ള ഒരു സാരിയാണ്. ഇതിൻ്റെ അകത്ത് ചെക്ക് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് പല്ലൂല് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. വേറെ എവിടെയും വർക്കില്ല, പല്ലൂല് മാത്രമാണ് വർക്ക് വരുന്നത്. അത് പക്ഷെ ഭയങ്കര ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺഫ്ലവർ പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ചെയ്യാൻ കുറേ സമയം എടുക്കുന്നത് വെച്ചാൽ അത്രയ്ക്ക് വലിയൊരു സൺഫ്ലവർ പാറ്റേൺ ആണ് മുന്താണിയുടെ രണ്ട് സൈഡിലും നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഇത് ഞാൻ പറഞ്ഞു മുന്താണിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പം മുന്താണി അല്ലെങ്കിൽ പല്ലു, ചിലവർക്ക് മുന്താണി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലാത്തതുകൊണ്ടാണ് ഞാൻ പല്ലു എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം പല്ലുവിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്ര വലുതായതുകൊണ്ട് തന്നെ അതിന് മാത്രമേ ഡിസൈൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അഴിച്ചിട്ടാലായിരിക്കും ഈ സാരി വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ സ്റ്റിച്ച് ചെയ്തത് വളരെ കംഫർട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റിയ, വെയിറ്റ് അധികം ഇല്ല, തളർന്ന് കിടക്കുന്നത്, സ്റ്റിഫ്നെസ് അധികം ഇല്ലാത്ത ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് വർക്ക് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റാർട്ടിങ് ബേസിക് സ്റ്റിച്ചസ് ഒക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നോർമലി പഠിച്ചു വരുന്ന ആൾക്കാർക്ക് ഈ ഒരു പാറ്റേൺ ചെയ്യാൻ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, പക്ഷെ സ്റ്റാർട്ടിങ് ബിഗിനേഴ്സിന് വരെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്. സിമ്പിൾ ആൻഡ് ഈസി പാറ്റേൺ ആണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അത് സാരിയിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ബേൽപൂരി സിൽക്ക് സാരി. കണ്ടോ, ഇതിൻ്റെ അകത്ത് സെൽഫ് ചെക്ക് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇത് ഇതുപോലെയാണ്. ട്രാൻസ്പെറൻസി പറഞ്ഞാൽ ഇതാണ്. ഒത്തിരി ട്രാൻസ്പെറൻ്റ് അല്ല, എന്നാൽ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ് താനും. ആ ഒരു രീതിയിലുള്ള സാരിയാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് സ്മൂത്തായിട്ട് പെട്ടെന്ന് തന്നെ ഉടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ സ്റ്റാർച്ചഡ് മെറ്റീരിയൽ അല്ല, അങ്ങനെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ അല്ല. അതുകൊണ്ട് സുഖമായിട്ട് ഒഴുകിക്കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. നമുക്ക് അഴിച്ചിടണമെങ്കിൽ വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഞെറിഞ്ഞു കൊടുക്കാനും, ഉടുത്തെടുത്ത് കിടക്കുന്ന സാരി എന്ന് പറയത്തില്ല, അതുപോലെ ഉടയാണ്ട് നല്ല രീതിയിൽ കിടക്കുന്ന ഒരു സാരിയാണ്. വളരെ സോഫ്റ്റാണ്. അതിൻ്റെ ടെക്സ്ചർ പറഞ്ഞാൽ വളരെ സ്മൂത്ത് ഒരു മെറ്റീരിയലാണ്. അപ്പം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന മെറ്റീരിയലാണ്. ഇതിൻ്റെ കളറ് ഒരു പീച്ചിഷ് കളറാണ്. പപ്പായ പീച്ച്, പഴുത്ത പപ്പായയുടെ കളറില്ലേ, ആ ഒരു കളർ, ഒരു ഷെയ്ഡൊക്കെയാണ് ഈ ഒരു സാരിയുടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു സൺഫ്ലവർ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. മുന്താണിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാണാം. അപ്പം ഇതാണ് നമ്മുടെ സൺഫ്ലവർ പാറ്റേൺ. നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയിൽ തന്നെ ഈ ഒരു സാരിയുടെ അകത്ത് യെല്ലോ ആൻഡ് മെറൂൺ കളർ കോമ്പിനേഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നടുക്ക് കൊടുക്കാനായിട്ട് ഫ്രഞ്ച് നോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ബാക്ക് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മെറൂൺ ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് നമ്മൾ ഉള്ളിൽ പൂമ്പൊടിക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല തിക്കായിട്ട്, വളരെ തിക്കായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. 6 strands യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു സ്പേസ് പോലും ഇല്ലാണ്ട് വളരെ കൺജസ്റ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വീതിയുണ്ട്. ഈ ഒരു ഫ്ലവർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ മോർ ദാൻ 10 inches ലെങ്ത് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു അറ്റം തൊട്ട് ആ അറ്റം എന്ന് പറഞ്ഞാൽ 10 inch വിഡ്ത്താട്ടോ ഞാൻ പറഞ്ഞത്. ലെങ്ത്ത് അതിലും കൂടുതലുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് പറയുകയാണെങ്കിൽ ഒരു 15+ inches ഉണ്ട് ഇതിൻ്റെ ലെങ്ത്ത്. വിഡ്ത്താണ് 10 inches പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വലിയൊരു പൂവാണ്. മുന്താണിയുടെ ഒരു ഹാഫ് പോർഷൻ തന്നെ നമ്മളിതിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഈ പെറ്റൽസ് എല്ലാം നമ്മൾ തയ്ച്ചിരിക്കുന്നത് ബാക്ക് സ്റ്റിച്ചാണ്. അത് 3 strands യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഒത്തിരി സമയം എടുക്കുമെന്ന് വെച്ചാൽ നമുക്ക് നോക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ എന്നിരുന്നാലും അത് തയ്ച്ചു വരാൻ കുറേ സമയം എടുക്കുമെന്ന് വെച്ചാൽ ഇത്രയും ഫില്ല് ചെയ്ത് വരാനായിട്ട് കുറേ സമയമെടുത്ത് തയ്ക്കേണ്ട ഒരു ഡിസൈനാണ്. വളരെ സിമ്പിളാണ്, എന്നാൽ തയ്ച്ചു വരുമ്പോൾ ഇങ്ങനെ
കാണുമ്പോൾ ഒരു വളരെ ഭംഗിയുണ്ട്. അപ്പോൾ ഹാഫ് സൺഫ്ലവർ ഒരു സൈഡും ബാക്കി ഹാഫ് ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ മുന്താണിയുടെ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. 2 സൈഡും ഇതുപോലെ വർക്ക് ചെയ്താണ് വരുന്നത്. കാണാൻ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്നേക്കാളും ഇരട്ടി ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ. അത്രയ്ക്ക് കളറ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ആ ഫ്രഞ്ച് നോട്ടും യെല്ലോ ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ ഫ്രഞ്ച് നോട്ടും കൂടെ വരുമ്പം നല്ല ഭംഗിയിൽ തന്നെ ആക്സസറീസൊക്കെ ഇട്ട ഒരു ഫങ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന കസ്റ്റമൈസ്ഡ് ഓർഡറാണ്. ഇത് കസ്റ്റമർ പറഞ്ഞിട്ട് നമ്മൾ മുന്താണിയിൽ മാത്രം ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ചെസ്റ്റിലും കൂടി ഇതുപോലത്തെ ഒരു വലിയ ഫ്ലവർ, പിന്നെ കാലിൻ്റെ അവിടെയും കൊടുത്താൽ ഇനിയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഇച്ചിരി ടൈം കൺസ്യൂമിങ് ആണ് ഈ ഒരു സ്റ്റിച്ച്. നമ്മൾ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിൽ ഇത്രയും തയ്ച്ച് വരണമെങ്കിൽ കുറേ സമയം എടുക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ കസ്റ്റമൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞേച്ചാൽ മതി. സ്കാലപ്പ് വിത്ത് സ്കാലപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതായാലും നമുക്ക് ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ ദുപ്പട്ടയുടെ സ്കാലപ്പ് വേണം, അല്ല സാരിയുടെ ഈ അറ്റം സ്കാലപ്പ് ചെയ്ത് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലും നമ്മൾ സ്കാലപ്പ് മാത്രമായിട്ടാണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ സാരി കണ്ടല്ലോ. ഈ ഒരു ബേൽപൂരി സിൽക്കിൽ നമ്മൾ സൺഫ്ലവർ പാറ്റേൺ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ചെയ്തപ്പോൾ തന്നെ ആ സാരിയുടെ ലുക്ക് തന്നെ മാറിയത്. അതുപോലെ നിങ്ങൾക്കും ഇതുപോലെ തന്നെ പ്ലെയിൻ സാരീസ് കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പഴയ സാരീസ് ആണെങ്കിലും പ്ലെയിൻ ആയിട്ടുള്ളത് നമ്മൾ ഉടുത്ത് മടുത്തെങ്കിൽ ഇതുപോലെ ഒന്ന് ഒത്തിരി വർക്ക് ചെയ്ത് അത് മോഡിഫൈ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ ഒത്തിരി എക്സ്പെൻസീവ് വർക്ക് ചെയ്യണം ഇല്ല. പക്ഷേ ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക്സ് നിങ്ങൾക്ക് തന്നെയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് അയച്ചു തന്നാൽ നമ്മളാണെങ്കിലും ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ സാരീസ് കൺവേർട്ട് ചെയ്ത് ഇതുപോലെ ഡിസൈനർ സാരീസ് ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പം അടുത്ത ദിവസം മറ്റൊരു ഡിസൈൻസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അണ്ടിൽ ദെൻ ബൈ.